കൂടി പോട്ടെ. നമുക്ക് പാട്ടിലോട്ട് പോവാം. അതിന് മുന്നേ ആര്യ ചേച്ചിയുടെ വിശേഷം പറയൂ. അത് കേൾക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിൾ. അതെങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എനിക്ക് എന്റെ സാരി ഉടുപ്പിച്ചു തന്ന അമ്മയാണ്. എന്റെ ഫ്രണ്ട്സ് ആണ് മേക്കപ്പ് ചെയ്ത് തന്നത്, മുടിയൊക്കെ കെട്ടി തന്നത്. അച്ഛനാണ് എന്നെ കൊണ്ടുപോയത് രജിസ്റ്റർ ഓഫീസിലേക്ക്. അപ്പൊ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ, ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള കൊറേ മൊമെന്റ്സ് ആണ്. എന്താ പറയാ, ലൈഫ് ലോങ് വരാനിരിക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. കല്യാണത്തിന് തലയിൽ വെച്ച ഒരാളെ പേടിപ്പിക്കുന്നു. കല്യാണത്തിന് തലയിൽ വെച്ച പൂവ് തന്നെ മാറ്റിയിട്ടില്ല. അതേ നോക്കിയേ. അതെ, പാവം ഞാൻ. സാംസോണി വിളിക്കും. മതി. വെൽക്കം സാം കുട്ടൻ ഓൺ സ്റ്റേജ്. ഇതൊക്കെ ഇവിടുത്തെ ഇപ്രാവശ്യം നമ്മള് രണ്ടാളും ഒരേ കളറ് അല്ലേ? പേരാണല്ലോ സെയിം. അതെ, സെയിം പേര്. അത് സാർ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്തൊക്കെയുണ്ട് സാംസോണി? എനിക്ക് നല്ല വിശേഷം. ഹോസ്പിറ്റലിൽ വരെ വളരെ വലിയൊരു സെലിബ്രിറ്റി ആയി. ആണല്ലേ? അതെങ്ങനെ? ഹോസ്പിറ്റൽ അതെങ്ങനെയാടേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജലദോഷമായിരുന്നെന്ന് പറഞ്ഞില്ലേ? ഇത് ശരിക്കും ജലദോഷം അല്ലായിരുന്നു. എന്റെ ഇവിടെ ഫുള്ള് സൈനസ് അടിഞ്ഞായിരുന്നു. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ കുറെ സിസ്റ്റർമാരെന്നെ കാണാൻ വന്നു. ഇത് നമ്മളെ ടോപ്പ് സിംഗറിൽ പറഞ്ഞ സാംസോണി അല്ലേന്ന് പറഞ്ഞു. അപ്പൊ വലിയ ആളല്ലയോ? അതെ അതെ, സ്റ്റാർ. സെലിബ്രിറ്റി ആയപ്പോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആദ്യമായിട്ടാണ് ടോപ്പ് സിംഗറിൽ സിസ്റ്റർമാര് കാണുന്നുണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. പിന്നെ അവിടെ കിടക്കുന്ന രോഗികളൊക്കെ നേഴ്സുമാരോട് പറഞ്ഞിട്ട് എന്നോട് പറയൂ, ഇങ്ങനെ സാംസോണിയെ ഒന്ന് വിളിച്ചോണ്ട് വരാം, നടക്കാൻ വയ്യാത്ത അപ്പച്ചമാരും അമ്മച്ചിമാരൊക്കെ. അപ്പൊ ഞാൻ അവിടെ പോയി കാണുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷ സ്നേഹമാണ്. നല്ല രസം. അവരൊക്കെ പാട്ട് പഠിപ്പിച്ചില്ലേ? പാട്ട് പഠിച്ചു. എനിക്കറിയാതെ പാട്ട് പഠിപ്പിക്കുന്നു. അവിടെ സിസ്റ്റർമാര് നടത്തുന്നത് തന്നെ അനാഥ മന്ദിരത്തിലെ കുറെ അമ്മമാരുണ്ട്. നമ്മുടെ ടോപ്പ് സിംഗർ ഏറ്റവും കൂടുതൽ കാണുന്ന അപ്പച്ചമാരും അമ്മച്ചിമാരും. കാരണം അങ്ങനെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ പാടിക്കൊടുത്ത് അവരുടെ മനസ്സിനെ എത്ര സന്തോഷിപ്പിച്ച് കാണും അല്ലേ? അത് ഗംഭീരാണ് കേട്ടോ. താങ്ക് യു. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? ഇന്ന് ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയില്. പിന്നെന്ത് വേണം? അപ്പൊ ഡീറ്റെയിൽസ് പറഞ്ഞേ. ലിറിക്സ് ഭാസ്കരൻ മാഷ്, മ്യൂസിക് ദേവരാജ മാസ്റ്റർ, മൂവി കടത്തനാട്ട് മാക്കം, ഇയർ 1978, സിംഗർ കെ ജയേശുദാസ് സാറ്. ഇത് നവോദയയുടെ ആദ്യത്തെ പടം, വെരി ഫസ്റ്റ് പടമാണ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് സാറേ. ഞാൻ ഈ പാട്ട് നമ്മുടെ ഈ ഷോ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ പ്രായം ചെന്ന അപ്പച്ചന്മാർക്ക് അമ്മച്ചിമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വെരി ഗുഡ്. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നിൽ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ, ഇളവൻ
മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ നേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ പതിനഞ്ചാം വാവിലെ പാലാഴി തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു പതിനഞ്ചാം വാവിലെ പാലാഴി തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു പുളിയിലക്കരമുണ്ട് പുതച്ചാട്ടെ നിന്റെ സഖിമാരെ ഉണർത്താതെ വന്നാട്ടെ വന്നാട്ടെ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ നേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ സൂപ്പർ സൂപ്പർ വെരി നൈസ് വെരി നൈസ്. ആൻഡ് സോണി വിശ്വേശ്വര യെസ് ദർശൻ കർ ചല മന തുമ കാശി. അങ്ങനെ ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ. ഇന്ന് വയ്യാണ്ടാണ് വന്നിരിക്കുന്നത്, യെസ്. അതറിയാം. ഇന്നത്തെ മാർക്ക് എന്ന് പറയുന്നത് 97 ഔട്ട് ഓഫ് 100 ആണ്. പക്ഷെ ഈ വയ്യായികയിലും ഈ ഒരു ധൈര്യം കാണിച്ചില്ലേ, ആ ധൈര്യത്തിന് ഒരു 0.5 കൂടെ കൂട്ടി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 97.5 ഔട്ട് ഓഫ് 100. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു വയ്യായികയൊക്കെ വേഗം മാറട്ടെ അല്ലേ. പോയി നല്ലോണം പ്രാക്ടീസ് ചെയ്യാ, റെസ്റ്റ് എടുക്കാൻ, മരുന്നൊക്കെ കഴിച്ച്. ഓക്കെ, ബൈ. ബൈ. ടാറ്റാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്നെ